മുതലപ്പുഴയിൽ കായലിൽ വീണ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. അഞ്ചുതെങ്ങ് സ്വദേശി പ്രവീണിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. അപർണയുണ്ട് വിവരങ്ങളുമായി. അപർണ, എന്തായാലും ഇന്നലെ കാണാതായ പ്രവീണിനെയാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? തൊഴിലാളിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് കാണാതായ അഞ്ചുതെങ്ങ് സ്വദേശി പ്രവീണിന്റെ മൃതദേഹം ആണ് ഇന്ന് കണ്ടെത്തിയത്. മുതലപ്പുഴി താഴമ്പള്ളി സമീപമുള്ള കായലിൽ നിന്നാണ് മത്സ്യത്തൊഴിലാളികൾ ഈ മൃതദേഹം കണ്ടെത്തുന്നത്. ഇന്നലെ വൈകുന്നേരം 5:30 കൂടിയായിരുന്നു ഈ അപകടം ഉണ്ടായത്. ആന്റണി അൽഫോൺസിന്റെ വള്ളത്തിൽ നിന്നാണ് പ്രവീൺ ഇത്തരത്തിൽ കായലിലേക്ക് വീഴുന്നത്. മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിൽ അഴിമുഖത്ത് വെച്ച ഇത്തരത്തിൽ കായലിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഈ പ്രവീണിന് അപസ്മാരം ഉണ്ടാകുന്നതും തുടർന്ന് കായലിലേക്ക് വീഴുന്നതും. കൂടെ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളാണ് ഈ ശബ്ദം കേട്ട് പ്രവീൺ കായലിലേക്ക് വീണു എന്ന് മനസ്സിലാക്കുന്നത്. അടുത്തുള്ള മറ്റ് ആൾക്കാരെ കൂടി അറിയിച്ചുകൊണ്ട് ഇത്തരത്തിൽ തിരച്ചിൽ നടത്തിയിരുന്നു. കൂടാതെ തന്നെ സ്കൂബ സംഘം അടക്കം എത്തി തിരച്ചിൽ നടത്തി. എന്നാൽ ഇന്നലെ ഏറെ വൈകിയതിനാൽ തിരച്ചിൽ വെളിച്ചക്കുറവ് മൂലം ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു. ഇന്ന് രാവിലെ ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികളാണ് ഇത്തരത്തിൽ പ്രവീണിന്റെ മൃതദേഹം അടുത്തുനിന്ന് കണ്ടെത്തിയത്. ഇപ്പോൾ ചിറയിൻകീഴ് ആശുപത്രിയിലാണ് നിലവിൽ മൃതദേഹമുള്ളത്. കാർത്തു. ശരി, അപർണയാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ 66ാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് OICC യൂത്ത് വിംഗ് കുവൈറ്റിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനാഘോഷവും കേരള സർക്കാരിന്റെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാൻ പ്രതിജ്ഞാ സദസ്സും സംഘടിപ്പിച്ചു. OICC യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷോബിൻ സണ്ണി അധ്യക്ഷത വഹിച്ച ചടങ്ങ് OICC കുവൈറ്റ് നാഷണൽ കമ്മിറ്റി ആക്ടിംഗ് പ്രസിഡന്റ് BS പിള്ള ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന പ്രസംഗത്തിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനം യുവത്വത്തിന്റെ ഊർജ്ജവും ജനാധിപത്യ മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധതയും പുതുക്കി